നമസ്കാരം. CHCയുടെ രണ്ടാം വർഷ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അഡീഷൻ ഓഫ് മെട്രിക്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്, കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിക്സ് തുടങ്ങിയ ഭാഗങ്ങളാണ്. ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അഡീഷൻ ഓഫ് മെട്രിക്സ് നിങ്ങൾക്ക് ആൾറെഡി അറിയാം. രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതിന്, അഡീഷൻ നടത്തുന്നതിന് ഒന്നാമത് വേണ്ട കണ്ടീഷൻ അവ സെയിം ഓർഡർ ആയിരിക്കണം. ആദ്യത്തെ മെട്രിക്സ് 2x2 മെട്രിക്സ് ആണെങ്കിൽ സെക്കൻഡ് മെട്രിക്സും 2x2 തന്നെ ആയിരിക്കണം. ഇഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ഈസ് 3x3 then also the second matrix is also 3x3. എന്നുവെച്ചാൽ മെട്രിക്സുകൾ സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ അഡീഷന് പോസിബിൾ ആകുകയുള്ളൂ. ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഓർഡറുള്ള മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസും നിങ്ങൾക്കറിയാം. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. കാലം ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിറ്റ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം, കാലത്തിനൊപ്പം. സിറ്റ്സി ഏകപക്ഷീയമായ ക്ലാസ് റൂം അല്ല, ഞങ്ങളും നിങ്ങളും പരസ്പരം സംവദിക്കുന്നു. കേരള സിലബസിലെ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ഇന്ററാക്റ്റീവ് ക്ലാസുകളിലൂടെ സംശയരഹിത പഠനവും മികച്ച വിജയവും ഉറപ്പാക്കുന്നു. കൃത്യമായ ടൈം ടേബിൾ പ്രകാരം പാഠഭാഗങ്ങൾ പൂർണ്ണമായും പഠിപ്പിക്കുന്നു. ലൈവ് ക്ലാസുകൾക്ക് ശേഷം ക്ലാസുകളുടെ വീഡിയോ ലഭിക്കുന്നു. നോട്ട്സ് എപ്പോൾ വേണമെങ്കിലും ലഭിക്കുന്ന തരത്തിൽ നഷ്ടപ്പെടാതെ ആപ്പിൽ നിന്ന് തന്നെ ലഭിക്കും. പഠനം വിലയിരുത്താൻ രക്ഷിതാക്കൾക്കും അവസരം. ഓൺലൈനായി ടേം എക്സാമുകൾ, ഓരോ കുട്ടിക്കും വ്യക്തിഗത പരിഗണന, മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷകൾ, ഓൺലൈൻ പരീക്ഷകൾ, ഹോം ടെസ്റ്റുകൾ എന്നിവയിലൂടെ പഠനം വിലയിരുത്തപ്പെടുന്നു. ഇനി പഠന പൂർണ്ണത, സംതൃപ്ത പഠനം, മികവുറ്റ വിജയം. ഇപ്പോൾ തന്നെ സിറ്റ്സി ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. ശ്രദ്ധിക്കുക. ഇഫ് A is equal to 1, 2, 3 minus 4 and B is equal to 1, 3, 2 minus 5 and C is equal to if A is equal to 1, 2, 3 minus 4, B is equal to 1, 3, 2 minus 5, C is equal to -2, 5, 3, 4. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് A plus B. ദാറ്റ് ഈസ് A എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെയും B എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെയും സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാ നോക്കൂ, A plus B കണ്ടുപിടിക്കണം. ദെൻ A plus B is equal to 1, 2, 3 minus 4 plus B is equal to 1, 3, 2 minus 5. ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ മാക്സിമം സ്റ്റെപ്പ് എടുത്താണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 1ൻ്റെ പൊസിഷൻ, ദാറ്റ് ഈസ് A11, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. A11 പൊസിഷനുള്ള എലമെൻറ്റും B11 പൊസിഷനുള്ള എലമെൻറ്റൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം A12 പൊസിഷനുള്ള എലമെൻറ്റും B12 പൊസിഷനുള്ള എലമെൻറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. 12 പൊസിഷനുള്ള എലമെൻറ്റ് കൂടി ആഡ് ചെയ്യണം. നെക്സ്റ്റ് A21 പൊസിഷനുള്ള എലമെൻറ്റ്, അതായത് 3യും B21 പൊസിഷനുള്ള എലമെൻറ്റും 2 ആഡ് ചെയ്യണം. അതായത് രണ്ട് മെട്രിക്സിലെയും കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻറ്റുകൾ ആഡ് ചെയ്യപ്പെടണം. ദാറ്റ് ഈസ്, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി 1 + 1 ഫസ്റ്റ് എലമെൻറ്റ്. നെക്സ്റ്റ്
2 plus 3, 3 plus 2 minus 4 plus minus 5. നോക്കൂ, A11 പൊസിഷനുള്ള എലമെൻറ്റും B11 ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. A12ഉം B12 കൂടെ ആഡ് ചെയ്തു. A21 എന്തുവാ 21? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. എയിലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും ബിയിലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും കൂടെ ആഡ് ചെയ്തു. എയിലെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റും ബിയിലെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റും കൂടെ ആഡ് ചെയ്തു. ദാറ്റ് ഈസ് 2, 5 minus 9. ശ്രദ്ധിക്കുക, 1 plus 1 is equal to 2. 2 plus 3 is equal to 5. 3 plus 2 is equal to 5. Then minus 4 plus minus 5. രണ്ടും മൈനസ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവാണ്. അതിൻ്റെ സമ്മ് നെഗറ്റീവായിരിക്കും. ബാക്കി അബ്സല്യൂട്ട് വാല്യൂ തമ്മിൽ ആഡ് ചെയ്യുന്നു. 4 plus 5 is equal to 9. ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്തതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് A+B ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ എയും ബിയും തന്നെയാണ് എടുത്ത് ആഡ് ചെയ്തത് എന്ന് ഉറപ്പ് വരുത്തുക. കാര്യം സി ആൾറെഡി തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? A+B നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എയും ബിയും തന്നെ ആയിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധയാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ എക്സാമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പബ്ലിക് പരീക്ഷയുടെ. കാര്യം മെട്രിക്സിൻ്റെ അഡീഷൻ ആയിരിക്കും. ഇതാ നോക്കൂ, അതിൻ്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ A+C. എ എന്ന് പറഞ്ഞ മെട്രിക്സും സി എന്ന് പറഞ്ഞ മെട്രിക്സൂടെ ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഇതാ നോക്കൂ, 1, 2, 3 minus 4 plus minus 2, 5, 3, 4. ഇപ്പോൾ അഡീഷൻ നടത്തുമ്പോഴുള്ള സൈനിൻ്റെ പ്രോബ്ലം നിങ്ങളിൽ പലർക്കും ഉണ്ട്. അത് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത്? രണ്ട് പോസിറ്റീവ് സംഖ്യകളാണെങ്കിൽ സമ്മ് കണ്ടുപിടിച്ചിട്ട് പോസിറ്റീവ് സൈൻ. രണ്ട് നെഗറ്റീവ് സംഖ്യകളാണെങ്കിൽ അവയുടെ സമ്മ് കണ്ടുപിടിച്ചിട്ട് നെഗറ്റീവ് സൈൻ. അതേസമയം ഡിഫറൻറ്റ് സൈനുള്ള സംഖ്യകൾ വന്നാൽ ദാറ്റ് മീൻസ് വൺ പോസിറ്റീവ് വേറൊന്ന് നെഗറ്റീവ്, അതല്ലെങ്കിൽ ആദ്യത്തെ നെഗറ്റീവ് രണ്ടാമത്തെ പോസിറ്റീവ് വന്നാൽ അതിൻ്റെ സം കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യും? നമ്മൾ അവയുടെ അബ്സല്യൂട്ട് വാല്യൂൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കും. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. ഡിഫറൻറ്റ് ചിഹ്നമുള്ള സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതിന്, വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഇതാ നോക്കൂ, ഇവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഞാൻ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുന്നു. 1ഉം -2ഉം കൂടെ ആഡ് ചെയ്യുന്നു. 1 + -2 ഈസ് ഈക്വൽ ടു -1. 2 + 5 ഈസ് ഈക്വൽ ടു 7. നെക്സ്റ്റ് 3 + 3 ഈസ് ഈക്വൽ ടു 6. -4 + 4. നെഗറ്റീവ് പോസിറ്റീവ് സമ്മ് കണ്ടുപിടിക്കുന്നു അല്ലേ? സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4ൽ നിന്ന് ഡിഫറൻറ്റ് സൈൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് 4ൽ നിന്ന് 4 പോകുന്നു. 0, 0യ്ക്ക് ഏത് സൈൻ വേണമെങ്കിലും ആകാം, എങ്കിലും ഞാൻ പ്ലസ് ഇടുന്നു. നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് A+C. ഇനി ഇതിൻ്റെ തേർഡ് സബ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണത്. ഫൈൻഡ് A-C. എയിൽ നിന്നും സി എന്ന് പറഞ്ഞ മെട്രിക്സ് കുറയ്ക്കുക. എ എന്ന് പറഞ്ഞ മെട്രിക്സിൽ നിന്നും സി എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് എങ്ങനെ മൈനസ് ചെയ്യാം എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, മൈനസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് ഒട്ടനവധി നിയമങ്ങൾ നിങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ട്. എങ്കിലും എളുപ്പവഴിയിലുള്ളൊരു മാർഗം വെച്ച് ഞാൻ ചെയ്യുകയാണ്. ഒരു സംഖ്യയിൽ നിന്നും മറ്റൊരു സംഖ്യ കുറയ്ക്കുന്നതിന് രണ്ടാമത്തെ സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുന്നു. ഒരു നമ്പറിൽ നിന്നും വേറെ നമ്പർ മൈനസ് ചെയ്യുന്നതിന് രണ്ടാമത്തെ സംഖ്യയുടെ സൈൻ വിപരീതമാക്കി ഓപ്പോസിറ്റാക്കി ആഡ് ചെയ്യുന്നു. പിന്നെല്ലാം ആഡ് ചെയ്യുന്ന നിയമമാണ്. ദാറ്റ് ഈസ് 1 - 2. നിങ്ങൾക്കറിയാം -2ൻ്റെ
ഓപ്പോസിറ്റ് സൈൻ +2 1ഉം 2 കൂടെ 3. അടുത്തത് 2 5 2ഉം 5 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ -3. അടുത്ത 3 3 3 ന്ന് 3 മൈനസ് ചെയ്താൽ 0. -4 4 ഇവിടുത്തെ ആൾറെഡിയുള്ള സൈൻ പ്ലസ് ആണ്, മൈനസ് ചെയ്യുമ്പോൾ മൈനസായി. -4 + -4 -8. ശ്രദ്ധിക്കുക, പലർക്കും ബുദ്ധിമുട്ടുണ്ട്. 1 - 2 ഒന്നിൽ നിന്നും -2 കുറയ്ക്കണം. -2ൻ്റെ ഓപ്പോസിറ്റ് സൈൻ +2 ആഡ് ചെയ്തു, 1ഉം 2 കൂടെ ആഡ് ചെയ്യുന്ന നിയമം 3. അടുത്തത് 5 മൈനസ് ചെയ്യുന്നതിന് പകരം -5 ആഡ് ചെയ്യുന്നു. 2ൻ്റെ അവിടെ -5 ആഡ് ചെയ്യാൻ പറയുമ്പോൾ അവ ഡിഫറൻറ്റ് സൈനായി. പിന്നെ നമ്മൾ അഡീഷൻ്റെ നിയമം ഉപയോഗിക്കുന്നു. ക്ലിയർ ആയല്ലോ? 3 - 3 0 ആണ്. -4 4 -8. ക്ലിയർ ആയല്ലോ? ഈ ലാസ്റ്റ് 4ൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? 4ൻ്റെ ഇപ്പോഴുള്ള സൈൻ പ്ലസ് ആണ്, മൈനസ് ചെയ്യാൻ പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈനായ -4 ആയി. -4 -4 ഈസ് ഈക്വൽ ടു -8. ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കുക, തേർഡ് സബ് ക്വസ്റ്റ്യൻ. 2a + 3b കാൽക്കുലേറ്റ് ചെയ്യണം. 2a + 3b നിങ്ങൾക്ക് ആൾറെഡി അറിയാം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. 2a കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യണം? 2a കണ്ടുപിടിക്കുന്നതിന് അതിലെ എല്ലാ എലമെൻറ്റുകളെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇഫ് a ഈസ് ഈക്വൽ ടു 1 2 3 - 4, then 2a is equal to every element of a should be multiplied by that constant 2. അതിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3b b തന്നിട്ടുണ്ട്. 3b കണ്ടുപിടിക്കുന്നതിന് b എന്ന് പറഞ്ഞ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കുക, 2a is equal to, that is 2 into 1 2 3 - 4, which is equal to 2 into 1 2, 2 into 2 4, 2 into 3 6, 2 into -4 -8. ശ്രദ്ധിക്കുക, 2a കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് 3b, that is 3 into b. b എന്ന് പറഞ്ഞ മെട്രിക്സ് 1 3 2 -5. 3b കണ്ടുപിടിക്കുന്നതിന് 3 എന്ന് പറഞ്ഞ സ്കേലാർ കൊണ്ട് ബിയിലെ എല്ലാ എലമെൻറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 3 into 1 3, 3 into 3 9, 3 into 2 6, 3 into -5 -15. നമ്മൾ 2a + 3b കാൽക്കുലേറ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 2 4 6 -8 പ്ലസ് 3 9 6 -15, വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കൂ, 2 4 6 -8 പ്ലസ് മെട്രിക്സ് ബി 3 9 6 -15. 2ഉം 3യും കൂടെ കൂട്ടിയാൽ നമുക്ക് 5 എന്ന് കിട്ടും. 4ഉം 9ഉം കൂടെ ആകുമ്പോൾ 13, 6ഉം 6ഉം കൂടെ ആകുമ്പോൾ 12, -8ഉം -5ഉം -23. കാരണം രണ്ടും നെഗറ്റീവാണ്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് 2a + 3b.
അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഒരു കോൺസ്റ്റൻറ്റ് ടേം കൊണ്ട് അല്ലെങ്കിൽ സ്കേലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എല്ലാ സംഖ്യകളെയും അതിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളെയും അതേ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓർക്കുക, ഇത് മെട്രിക്സിലെ മാത്രം നിയമമാണ്. അല്പം കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ചാപ്റ്റർ പഠിക്കും. അതിനെ ഡിറ്റർമിനൻ്റ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെയല്ല ചെയ്യുന്നത്. മെട്രിക്സിനകത്ത് മാത്രമാണ് എല്ലാ എലമെൻറ്റുകളെയും സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3a മൈനസ് സി. 3a മൈനസ് സി. നമ്മൾ ആദ്യം 3a കാൽക്കുലേറ്റ് ചെയ്യുന്നു. 3a ഈസ് ഈക്വൽ ടു 3 6 9 മൈനസ് 12. ഇതാ നോക്കൂ, ഈ പ്രോബ്ലത്തിൻ്റെ ആദ്യമൊക്കെ ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞിരുന്നു. അവസാനം വന്നപ്പോൾ 3 ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് ചെയ്തത് കണ്ടോ നിങ്ങൾ? കാര്യം നിങ്ങൾക്കെല്ലാം ഇത് മനസ്സിലായി. പിന്നീട് ഞാനിത് സമയം കളയേണ്ട ആവശ്യമില്ല. 3a എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതിയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × -4 -12. അടുത്തത് സി. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. -2 5 3 4. ശ്രദ്ധിക്കുക, 3a മൈനസ് സി ഈസ് ഈക്വൽ ടു 3 - 2 ഈസ് ഈക്വൽ ടു 5. 3യിൽ നിന്നും -2 പോയാൽ 5. 6 - 5 1. 9 - 3 6 -16. 3 - 2 5 ആണ്. 6 - 5 1 ആണ്. 9 - 3 6 ആണ്. -12 4 -16 ആണ്. ദാറ്റ് ഈസ് 3a മൈനസ് സി. ശ്രദ്ധിക്കുക, നമ്മൾ അടുത്ത പ്രോബ്ലം സമ്മ് കണ്ടുപിടിക്കേണ്ട 2 മെട്രിക്സുകളാണ്. അവയുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ സ്പെസിഫൈ ചെയ്തവർ പറഞ്ഞിട്ടില്ല ഓൾറെഡി. നിങ്ങളുടെ എക്സർസൈസിലെ ക്വസ്റ്റ്യനാണ് 3.2. എ ബി മൈനസ് ബി എ പ്ലസ് എ ബി ബി എ. ശ്രദ്ധിക്കൂ, എയും എയും ഇവിടെ ആഡ് ചെയ്യപ്പെടുമ്പോൾ കൂട്ടുമ്പോൾ 2a, ബിയും ബിയും കൂടെ ആകുമ്പോൾ 2b. -b + b ഈസ് ഈക്വൽ ടു 0. a + a ഈസ് ഈക്വൽ ടു 2a. ab minus ba plus ab ba is equal to 2a 2b 0 2a. Similarly, third question, cos square x sin square x sin square x cos square x sin square x sin square x cos square x plus sin square x cos square x cos square x sin square x. ശ്രദ്ധിക്കുക, cos square x sin square x sin square x cos square x plus മെട്രിക്സ് sin square x cos square x cos square x sin square x. ഇതാ നോക്കൂ, ഇത് രണ്ട് മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിനെ നമ്മൾ ഇതിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. എന്തായിരിക്കും വരുന്നത്? ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, സമ്മ് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ cos square x sin square x, that is cos square x plus sin square x. Next
സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, ആൾറെഡി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 1 1 1. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. എന്താണ് അവിടെ 1 വരാനുള്ള റീസൺ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതല്ലെങ്കിൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഇല്ലെങ്കിലും അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ എഴുതണമെന്ന് പറയുന്നില്ല. ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പ്രോബ്ലം, സിംപ്ലിഫൈ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു മെട്രിക്സ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, കോസ് തീറ്റ സൈൻ തീറ്റ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ലഘുവായ രൂപം എഴുതുക. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കോസ് തീറ്റ കൊണ്ട് ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റുകളെയും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. നോക്കൂ, കോസ് തീറ്റ കൊണ്ട് എല്ലാ എലമെൻറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം പ്ലസ് നെക്സ്റ്റ് മെട്രിക്സിനകത്ത് സൈൻ തീറ്റ കൊണ്ട് എല്ലാ എലമെൻറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ആദ്യം കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, രണ്ടാമത് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ. നിങ്ങൾക്ക് ആൾറെഡി അറിയാം, കോസ് സ്ക്വയർ തീറ്റ. നെക്സ്റ്റ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, കോസ് തീറ്റ സൈൻ തീറ്റ. കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. തിരിച്ചു വേണമെങ്കിൽ എഴുതാം, മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതാം. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് നെക്സ്റ്റ് നമ്മൾ ഈ സൈൻ തീറ്റ കൊണ്ട് ഉള്ളിലുള്ള എല്ലാ സംഖ്യകളെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നതാണ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ. ദെൻ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്? വീണ്ടും ഞാൻ സം കണ്ടുപിടിക്കുകയാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, ഫസ്റ്റ് മെട്രിക്സിൻ്റെയും സെക്കൻഡ് മെട്രിക്സിൻ്റെയും സമ്മ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, ആൻസർ 0. നെക്സ്റ്റ് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ 0. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയ ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു ഐ. ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, അതുകൊണ്ട് ഐ എന്ന് ഞാൻ എഴുതുന്നു. ഐയെ സൂചിപ്പിക്കുന്ന ക്യാപിറ്റൽ ലെറ്ററാണ് ഐ. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നെക്സ്റ്റ്, ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7 0 2 5 ആൻഡ് ദ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 0 0 3. അപ്പോൾ എന്താണ്, എക്സ് പ്ലസ് വൈയും തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈയും തന്നിട്ടുണ്ട്.
അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കണം. ഇതാ കാൽക്കുലേഷൻ നടത്താൻ പോവുകയാണ്. ഒന്നാമത്തെ മെട്രിക്സ് എക്സ് പ്ലസ് വൈ, രണ്ടാമത്തെ മെട്രിക്സ് എക്സ് മൈനസ് വൈ. ഇങ്ങനകത്ത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ കളയണം. ഞാൻ ഒന്നാമത്തെ മെട്രിക്സും രണ്ടാമത്തെ മെട്രിക്സും കൂടെ കൂട്ടുന്നതായി ആഡ് ചെയ്യുന്നതായി കൺസിഡർ ചെയ്യുക. 1+2 ഒന്നാമത്തെ മെട്രിക്സും രണ്ടാമത്തെ കൂടെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലസ് വൈയും മൈനസ് വൈ ഇവിടെ കൂട്ടപ്പെടുമ്പോൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ 0 ആവും. ബാക്കി എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2x ഈസ് ഈക്വൽ ടു 7 + 3 10, 0 + 0 0, 2 + 0 2, 5 + 3 8. ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടെ സമ്മ് കണ്ടുപിടിച്ചപ്പോൾ 1 + 2 gives 2x ഈസ് ഈക്വൽ ടു മെട്രിക്സിൻ്റെ സമ്മ് 10 0 2 8 എന്ന് കിട്ടി. ദാറ്റ് ഈസ്, ശ്രദ്ധിക്കൂ, ഇതിനകത്തുനിന്നും എനിക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 0 1 4. ശ്രദ്ധിക്കുക, ഈ മെട്രിക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എക്സ് കിട്ടി. ഇനി സിമിലർലി ഞാൻ 1 - 2 കണ്ടുപിടിക്കുന്നു. നോക്കൂ കുട്ടികളെ, ഇവിടെ വേറെ മെത്തേഡ് കൂടിയുണ്ട്. എക്സ് പ്ലസ് വൈക്കകത്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ വില കിട്ടും. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ, സം ഓഫ് 2 മെട്രിക്സ് എക്സ് ആൻഡ് വൈ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ആണ് 7 0 2 5. അതിനകത്ത് എക്സിന് പകരം ഈ മെട്രിക്സ് കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും. ആ ഇക്വേഷൻ വെച്ചും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എളുപ്പമുള്ളതായതുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ ഇത് കുറയ്ക്കുന്നു ഫസ്റ്റ് മെട്രിക്സിൽ നിന്നും. ദാറ്റ് ഈസ് എക്സിന് എക്സ് പോയാൽ 0, വൈയിൽ നിന്നും മൈനസ് വൈ പോയാൽ 2y ഈസ് ഈക്വൽ ടു 7 - 3 4 ആണ്, 0 - 0 0 ആണ്, 2 - 0 2 ആണ്, 5 - 3 2 ആണ്. Then already y is equal to 2 0 1 1. നോക്കൂ, 2 0 1 1 എന്ന് കിട്ടി വൈയുടെ വാല്യൂ. y is equal to 2 0 1 1. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് പ്രോബ്ലമാണ്. 2x + 3y ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 3 4 0. Then 3x + 2y ഈസ് ഈക്വൽ ടു 2 - 2 - 1 5. രണ്ട് മെട്രിക്സുകൾ ആൾറെഡി തന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് ആൾറെഡി അറിയാവുന്ന ചില വിഷയങ്ങൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയുമായിരുന്നു. എന്ന് വെച്ചാൽ എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻറ്റുകൾ ഈക്വലായിരുന്നു. എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻറ്റുകൾ ഈക്വലായിരുന്നു. പക്ഷേ ഈ പ്രോബ്ലത്തിലോ എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻറ്റുകൾ ഈക്വലല്ല എന്ന് മാത്രമല്ല ഡിഫറൻറ്റുമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഞാൻ മൈനസ് ചെയ്യുകയോ പ്ലസ് ചെയ്യുകയോ ചെയ്താൽ എക്സോ വൈയോ ഇല്ലാതാവുന്നില്ല. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രണ്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്ന്. രണ്ട് സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എക്സിലും വൈയിലും ഉള്ളത്. എക്സും വൈയും വരുന്ന രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് ആദ്യം അവ ഒരുപോലാണോ നോക്കും. എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻറ്റുകൾ ഏതെങ്കിലും ഒന്നിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ ഒരുപോലാണെന്ന് ചെക്ക് ചെയ്യും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്കൊരുപോലായിരുന്നു. ഏത്? എക്സിൻ്റെ ഭാഗം. നോക്കൂ നിങ്ങൾ ബുക്കിലോട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിലേക്ക്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് രണ്ടും ഈക്വലായിരുന്നു. ഞാൻ എക്സിൻ്റെ എന്ന് മാത്രം പറയാൻ കാര്യം വൈ ഡിഫറൻ്റ് ആണ്. പക്ഷേ നിങ്ങളിൽ പലരും പറയുന്നുണ്ട് സാർ വൈയും സെയിം ആണെന്ന്. തെറ്റാണ്. ഒരിടത്ത് പ്ലസ് വൈയും മറ്റിടത്ത് മൈനസ് വൈയുമാണ്. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആയിരുന്നു. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1 1.
പക്ഷേ വൈ ഡിഫറൻറ്റ് വന്നു. എനിക്ക് ഏതെങ്കിലും ഒന്ന് ഈക്വലായിട്ട് വന്നാൽ മതി. ഇനി എക്സും വൈയും എല്ലാം ഒരേപോലെയാണ് വരുന്നതെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, 0 ആയി പോവും. നിങ്ങൾക്കറിയാം ആൾറെഡി. ശ്രദ്ധിക്കുക, നമുക്കിത് ഒരുപോലെ ആക്കണം. അപ്പോൾ അന്നത്തെ മാഷ് എന്തോ നിങ്ങളോട് ഒരുപോലെ ആക്കുന്നതിന് വേണ്ടി പറഞ്ഞു തന്നത്, ഒന്നുകിൽ ഒരു സ്ഥിരസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു, നമ്മളെ സാഹചര്യം അനുസരിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കൂ, 2x + 3y = 2, 3, 4, 0. 3x + 2y = 2 - 2 - 1, 5. നമ്മുടെ ചോദ്യം എന്താ? ഫൈൻഡ് എക്സ് ആൻഡ് വൈ. നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഹിയർ 2x 3x ഈക്വൽ അല്ല, 3y 2y ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും, ഇപ്പോൾ ആദ്യം വീണ്ടും ഒന്നുകൂടി എടുത്തെഴുതിയ ശേഷം ഏതെങ്കിലും ഒന്നിൻ്റെ വേരിയബിൾ ഈക്വലാക്കാൻ ശ്രമിക്കണം. നോക്കൂ കുട്ടികളെ, 2xൻ്റെ എനിക്ക് ഈക്വലാക്കാൻ ഈ 3xൻ്റെ ടേം വെച്ചേ പറ്റൂ. സാധാരണ ഒരു സൊല്യൂഷനും കാണുന്നില്ല ഈക്വലാക്കുന്നതിന് വേണ്ടി. ഇനി 3y ഈക്വലാക്കാൻ ആണെങ്കിൽ എനിക്കിവിടെ y മാത്രമായിരുന്നു തന്നിരുന്നതെങ്കിൽ, ശ്രദ്ധിക്കൂ, സെക്കൻഡ് മെട്രിക്സിനകത്ത് y മാത്രമാണ് തന്നിരുന്നതെങ്കിൽ ഈ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് ഗുണിച്ച് എനിക്കിവിടെ 3y ആക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ശ്രദ്ധിക്കൂ, ഇവിടെ y മാത്രമായിരുന്നുവെങ്കിൽ 3 കൊണ്ട് ഗുണിച്ച് 3y ആക്കി, 3y ന്ന് 3y മൈനസ് ചെയ്യുമ്പോൾ y ഇല്ലാതാവുകയും എക്സിലുള്ള വില കിട്ടുകയും ചെയ്യും. ഇവിടെ അങ്ങനെ പറ്റുന്നില്ല. കാര്യം എന്താ? ഇവിടെ ആൾറെഡി 2y ആണ് തന്നിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ അവ ഒരുപോലാക്കുന്നത്? ഇവിടെ രണ്ടു ഭാഗത്തും എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻറ്റുകൾ ഒരേപോലെയല്ല. ഒരേപോലെ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കാൻ പറ്റൂ. എങ്ങനെ നമ്മൾ ഒരുപോലാക്കും? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ. ഓർക്കാത്തത് കൊണ്ടാവാം പലർക്കും. ഇതാ നോക്കൂ കുട്ടികളെ, രണ്ടാമത്തെ ഇക്വേഷനകത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഒന്നാമത്തെ ഇക്വേഷനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് ഞാൻ പറഞ്ഞത്? രണ്ടാമത്തെ ഇക്വേഷനകത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഹിയർ ഇറ്റ് ഈസ് 3. ഈ 3 കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. കൂടാതെയോ ഒന്നാമത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണെന്ന് നോക്കുക, 2. ആ 2 കൊണ്ട് രണ്ടാമത്തേനെയും മൾട്ടിപ്പിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിവിടെ 6x കിട്ടും, ഇവിടെയും 6x കിട്ടും. അവയെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 6x, ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ ഇല്ലാതെ വന്നു, വൈയുടെ വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ ഈ ഇക്വേഷനകത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞു വന്നത്? ക്ലിയർ ആയേ? കാരണം എക്സാമിന് ഈ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് ഈ ടൈപ്പ്. അപ്പോൾ ഇങ്ങനത്തുള്ള പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രോബ്ലം കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, ആ മെത്തേഡ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നുകൂടി, ഇവിടെ 2x 3x വന്നു, 3y 2y വന്നു, ഒരേപോലെ അല്ല. ആരും വിചാരിക്കരുത് ഒരേപോലെ ആണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഫസ്റ്റിനെയും ഫസ്റ്റിനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് സെക്കൻഡിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ടേമുകൾ, ഫസ്റ്റ് ടേമുകൾ രണ്ട് ഇക്വേഷൻ്റെയും സെയിം ആകും. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട്, ഇക്വേഷൻ ആയതുകൊണ്ടാണ് 1 ഞാൻ ബോക്സിന് ഒരു സർക്കിളിനകത്തിട്ടത്. ദാറ്റ് ഈസ്, അപ്പോൾ എനിക്ക് കിട്ടുന്നത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x + 9y ഈസ് ഈക്വൽ ടു 6, 9, 12, 0. നോക്കൂ, ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എല്ലാ എലമെൻറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്തു. എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തു, വൈയെ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നീട് അപ്പുറത്തുള്ള മെട്രിക്സിനകത്തുള്ള ഓരോ സംഖ്യയെയും ഞാൻ ഗുണിച്ചു. അതേപോലെ ഇനി രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇപ്പുറത്തെ 2 കൊണ്ട്. 2 × 3
ആണോ? ഇവിടെ ഞാൻ 3 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെ എഴുതരുതാരും. പകരം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റായ 2 കൊണ്ടാണ്. ഇതാ നോക്കൂ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x ഇൻറ്റു 2 6x പ്ലസ് 2 ഇൻറ്റു 2 4y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4 മൈനസ് 4 മൈനസ് 2 10. സെക്കൻഡ് ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നോക്കൂ, 6xഉം 6xഉം സെയിമായി, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടിടത്തും ഈക്വലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തുനിന്നും മൈനസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇതിനെ ഞാൻ ഇക്വേഷൻ 3 എന്നും രണ്ടാമത്തേനെ 4 എന്നും നോട്ട് ചെയ്തു. നോക്കൂ, 3 മൈനസ് 4 ഗീസ് കുറയ്ക്കുന്നു. വേണമെങ്കിൽ ഇവിടെ ഒരു വരയിട്ട് വേണമെങ്കിലും കുറയ്ക്കാം. നോക്കൂ, 6x നിന്ന് 6x പോയാൽ 0, 9y നിന്ന് 4y പോയാൽ മൈനസ് ചെയ്താൽ 5y ഈസ് ഈക്വൽ ടു 6 മൈനസ് 4 ഈസ് ഈക്വൽ ടു 2. 9 മൈനസ് 3 സോറി 9 മൈനസ് 5, 9ൽ നിന്നും എന്ത് കുറയ്ക്കുന്നു? 5. 9ൽ നിന്നും മൈനസ് 4 കൂടെ കൂട്ടുന്നു. ശരിയല്ലേ? ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യാണ്. അപ്പം ഒന്നുകൂടി നമുക്ക് കിട്ടിയ ഇക്വേഷൻ ശ്രദ്ധിക്കുക നിങ്ങൾ. 3x വെച്ചുള്ള ഇക്വേഷനാണ്. അങ്ങനെയാകുമ്പോൾ ഇവ മൈനസ് ചെയ്തപ്പോൾ 6ൽ നിന്ന് 4 പോയാൽ 2, 9ൽ നിന്നും മൈനസ് 4 പോയാൽ 13, 12ൽ നിന്നും 2 പോയാൽ 14, 0ൽ നിന്ന് 10 പോയാൽ മൈനസ് 10, മൈനസ് ചെയ്താൽ 6 മൈനസ് 4 ഈസ് ഈക്വൽ ടു 2, 9 മൈനസ് 4 പ്ലസ് ആവും 13, 12 മൈനസ് 12 14, 0 മൈനസ് 10 മൈനസ് 10. ദെൻ y ഈസ് ഈക്വൽ ടു, ഇതിലെ എല്ലാ ടേമുകളെയും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 2/5, 13/5, 14/5 മൈനസ് 10/5. എല്ലാ എലമെൻറ്റുകളെയും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2/5, 13/5, 14/5 മൈനസ് 10/5. ഓക്കെ, ഇനി ഓൾറെഡി y കണ്ടുപിടിച്ചു. ഇതേപോലെ നിങ്ങൾ എക്സിൻ്റെ വാല്യൂം കണ്ടുപിടിക്കണം. അതെങ്ങനെ? ഇവിടെ ഞാൻ സിമിലർ ആക്കിയത് ഫസ്റ്റ് ടേമിൻ്റെ ടേമുകളാണ്. നിങ്ങൾ സെക്കൻഡ് 2 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെയും 3 കൊണ്ട് സെക്കൻഡ് ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വൈയുടെ ടേം ഒരുപോലാകും, എക്സിൻ്റെ വാല്യൂ കിട്ടും. അതല്ല എങ്കിൽ ഈ വൈയുടെ വില ഈ ഇക്വേഷനകത്ത് കൊണ്ട് കൊടുക്കുക. അത് അല്പം കാൽക്കുലേഷൻ ടഫാണ്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡാണ് നിങ്ങൾക്ക് നല്ലത്. ഏതാ ഫസ്റ്റ് മെത്തേഡ്? വൈയുടെ ടേം കോഎഫിഷ്യൻറ്റുകൾ ഒരുപോലെയാക്കുക. 2 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെയും 3 കൊണ്ട് സെക്കൻഡ് ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതേപോലുള്ള സിമിലർ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡിലൂടെ നമുക്കൊന്ന് പറയാം. ജസ്റ്റ് 2x പ്ലസ് y ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ദെൻ y ഈസ് ഈക്വൽ ടു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, ഇങ്ങനെയാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 2x പ്ലസ് y ഈസ് ഈക്വൽ ടു 1 0 മൈനസ് 3 2. y ഈസ് ഈക്വൽ ടു y എടുത്ത് 3 2 1 4. 2x പ്ലസ് y ഈസ് ഈക്വൽ ടു 1 0 മൈനസ് 3 2. y ഈസ് ഈക്വൽ ടു 3 2 1 4. നമുക്ക് 2xൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ദ ഫസ്റ്റ് മെട്രിക്സ് ദ സെക്കൻഡ് മെട്രിക്സ് എന്ന് കൺസിഡർ ചെയ്യുക. ദെൻ 2 മൈനസ് 1, 2 എന്ന് പറഞ്ഞ മെട്രിക്സിൽ നിന്നും
ഫസ്റ്റ് മെട്രിക്സ് ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ അതിനേക്കാൾ എളുപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇക്വേഷനകത്തുനിന്നും രണ്ടാമത്തത് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 മൈനസ് 2 ഗീവ്സ് എന്ന് വെച്ചാൽ 2x പ്ലസ് വൈയിൽ നിന്നും y പോയാൽ 2x വിച്ച് ഈസ് ഈക്വൽ ടു 1ൽ നിന്നും 3 പോയാൽ -2, 0 -2 -3 -4 -2. ശ്രദ്ധിക്കുക, ഫസ്റ്റ് മെട്രിക്സ് ഏതാണ്? 2x പ്ലസ് വൈ. 2x പ്ലസ് വൈ മൈനസ് വൈ. ഇപ്പോൾ എന്ത് ചെയ്യും? വൈയും വൈയുടെ ക്യാൻസലായി. 2x ഈസ് ഈക്വൽ ടു 1 -3 -2 ആണ്, 0 -2 -2 ആണ്, -3 -1 -4 ആണ്, 2 -4 -2 ആണ്. 2x കിട്ടിയാൽ x കണ്ടുപിടിക്കുന്നതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -1 -1 -2 -1. ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കുക. 2x പ്ലസ് വൈ മൈനസ് വൈ ഈസ് ഈക്വൽ ടു വൈയും വൈയുടെ ക്യാൻസലായി 2x. ശ്രദ്ധിക്കുക, നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഒരു മെട്രിക്സിനകത്തെ വാല്യൂ ഓഫ് വേരിയബിൾ, അതിനകത്തുള്ള വേരിയബിളിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. വാല്യൂ ഓഫ് എ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സിനകത്ത് കുറേ വേരിയബിൾസ്, ഏതൊക്കെയാണ് വേരിയബിൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മാൾ ലെറ്ററായ ABCD, പിന്നെ ഉപയോഗിക്കുന്നത് XYZ, പിന്നെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് MNPQ. ഇത് കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ Gയും Hയും ഒക്കെ വേരിയബിളായിട്ട് ഉപയോഗിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മാൾ ലെറ്ററുകളാണ് വേരിയബിളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് വേരിയബിൾ? സംഖ്യകൾക്ക് പകരം ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്കും ചിഹ്നങ്ങൾക്കും പറയുന്ന പേരാണ് വേരിയബിൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. നോക്കൂ, 5 + x = 7. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ മീനിങ്? ഈ മീനിങ് ചോദിച്ചപ്പോൾ പലരും പറയും, സാർ ഇത് x - 5 ആണ്, 2 ആണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ എക്സിൻ്റെ പ്ലേസിൽ ഒരു വാല്യൂ ഉണ്ട്. ഇതിനെ നമ്മൾ ഒരു സെൻറ്റൻസാക്കി പറയുകയാണെങ്കിൽ സം ഓഫ് എ നമ്പർ ആൻഡ് x is 7, then find the value of x. അതല്ലെങ്കിൽ 5നോടുകൂടി ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ 7 കിട്ടി. ഏത് സംഖ്യ കൂട്ടിയപ്പോൾ അവിടെ സംഖ്യയുടെ സ്ഥാനത്താണ് x വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളവയെ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മാൾ ലെറ്ററുകൾക്ക് പറയുന്ന പേരാണ് വേരിയബിൾ. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മാൾ ലെറ്ററുകളാണ്. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ഒരു വാല്യൂ ഉണ്ട്, വിലയുണ്ട്. ആ വിലയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് ചെയ്യുന്നതിന് നമ്മളുടെ ഇതുവരെ നേടിയ കണക്കിലുള്ള അറിവുകൾ ആവശ്യമാണ്. ഇനി മെട്രിക്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ വരികൾക്കിടയിലൂടെയും വായിക്കണം. മെട്രിക്സിൻ്റെ ഇടയ്ക്കുള്ള സൈനുകൾ നോക്കണം, മൾട്ടിപ്ലൈ ചെയ്യേണ്ട സംഖ്യ നോക്കണം, എന്നിട്ട് ഇക്വേഷൻ ഫോം ചെയ്ത് വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞ ജനറൽ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓരോ ടേം ബൈ ടേം ആയിട്ട് നോക്കി അതിനകത്തുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഓർഡറിൽ x, y, z, w എന്നായിരിക്കും. പക്ഷേ എക്സും വൈയും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത w കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം z കണ്ടുപിടിക്കുന്നതാണെങ്കിൽ z കണ്ടുപിടിച്ചിട്ട് വന്ന് w കണ്ടുപിടിക്കുക. കാര്യം ഈ wൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിനകത്തൊരു z ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ z-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അപ്പോൾ എളുപ്പമുള്ള മെത്തേഡുകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ അവസാനം പറഞ്ഞത് ഒരു വലിയ പ്രോബ്ലത്തിൻ്റെ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന പറ്റുന്ന വേരിയബിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ നോക്കണം. എന്തോ പൊസിഷൻ? A11, A12 അറിയാമല്ലോ. ആ ക്രമത്തിൽ വേണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നോക്കൂ, നമ്മളുടെ ഹെഡിങ് ടോപ്പിക്സ് ഇങ്ങനെയാണ്. വാല്യൂ ഓഫ് വേരിയബിൾ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സോൾവ്
the equation for x, y, z and t. X, y, z and t if two into x, z, y, t plus 3 into 1 minus 1 0 2 is equal to 3 into 3 5 4 6. 2 into x z y t plus 3 into 1 minus 1 0 2 is equal to 3 into 3 5 4 6 മെട്രിക്സ്. ഇതിനകത്തുനിന്ന് ഞാൻ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ടിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ ഇത് സോൾവ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വരികൾക്കിടയിലൂടെ സെൻറ്റൻസിനിടയിലൂടെ കൃത്യമായി വായിക്കുക. അതിൻ്റെ പ്രത്യേകത ദാ നോക്കൂ, 2 ഇൻറ്റു ദാറ്റ് മീൻസ് 2 കൊണ്ട് ഉള്ളിലുള്ള എലമെൻറ്റുകളെ ഗുണിക്കണം. ദെൻ 2x 2z 2y 2t plus 3 minus 3 0 6 9 15 12 18. നോക്കൂ, ഈ ചിഹ്നമെല്ലാം അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒന്നാമത്തെ എലമെൻ്റ് നോക്കിയേ, A11 എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള 2x. അടുത്ത് 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 9. ക്ലിയർ ആയോ? ഫസ്റ്റ് എലമെൻറ്റ് നോക്ക്, 2x, ഇടയ്ക്കുള്ള ചിഹ്നം പ്ലസ്, അടുത്ത മെട്രിക്സ് 3, അടുത്ത മെട്രിക്സിലെ എലമെൻറ്റ് 3 ഈസ് ഈക്വൽ ടു അടുത്ത എലമെൻറ്റ് 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റുകൾ ഞാൻ ഇക്വേഷനാക്കി മാറ്റി. ഒന്ന് ശ്രദ്ധിക്കൂ, 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 9. ഇതിനകത്തുനിന്ന് എനിക്ക് എക്സ് കണ്ടുപിടിക്കാം. നോക്കൂ കുഞ്ഞുങ്ങളെ, 2x 3 9, ഇവിടെ ഇടയ്ക്കുള്ള ചിഹ്നം പ്ലസ്, ഇവിടെ ഈക്വൽ ടു, അതെല്ലാം ഞാൻ അതുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ശ്രദ്ധിക്കൂ, 2x ഈസ് ഈക്വൽ ടു 9 മൈനസ് 3. 2x is equal to 6. x is equal to 6 by 2 is equal to 3. ഇവിടെ എക്സിൻ്റെ വാല്യൂ 3 എന്ന് വന്നു. ക്ലിയർ ആയോ? നോക്കൂ, 2x പ്ലസ് 3 is equal to 9. 3 അപ്പുറത്ത് വരുമ്പോൾ -3 ആയി. 9ൽ നിന്ന് 3 പോയാൽ 6 ആണ്. x is equal to 6 divided by 2 ആണ്, is equal to 3. ദാ നോക്കൂ, നെക്സ്റ്റ് സിമിലർലി ഇസഡിൻ്റെ കാര്യം നോക്കൂ, 2z minus 3 is equal to 15. Then 2z is equal to 15 plus 3. 2z is equal to 18. Then z is equal to 18 divided by 2 is equal to 9. നോക്കൂ, 2z നിന്നും ഇസഡിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് 18 by 2 is equal to 9. ലാസ്റ്റ് നോക്കൂ, ഇപ്പോൾ ഞാൻ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ വൈയുടെ വാല്യൂ ശ്രദ്ധിക്കുക, വൈയുടെ ഇക്വേഷൻ 2y പ്ലസ് 0 is equal to 12. 2y plus 0 is equal to 12. Then y is equal to 12 by 2 സമം 6. ലാസ്റ്റ് വേരിയബിൾ t ആണ്.
ദാറ്റ് ഈസ് 2t plus 6 is equal to 18. Then 2t is equal to 12. എങ്ങനെയാ 12 കിട്ടിയത്? 18 6 പോയി. Then t is equal to 12 by 2 is equal to 6. അവസാനം സമറൈസ് ചെയ്യണം. x is equal to 3, z is equal to 9, y is equal to 6 and t is equal to 6. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ആണ് നമ്മൾ ഒരു ഇക്വേഷനകത്തുനിന്നും വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്.